ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ബി.ജെ.പിയുടെ മിന്നും വിജയത്തിന് പിന്നാലെ സെക്രട്ടേറിയറ്റ് മന്ദിരത്തിന് കനത്ത സുരക്ഷയും ഏർപ്പെടുത്തി കഴിഞ്ഞു. ഇനി എ.പി.യിലെ മന്ത്രിസഭാ അംഗങ്ങൾക്കെതിരെയുള്ള നിലവിലെയല്ല മുൻ മന്ത്രിസഭാ അംഗങ്ങൾക്കെതിരെയുള്ള വേട്ടയാകും ഡൽഹി സാക്ഷ്യം വഹിക്കുക. ഇപ്പോൾ തന്നെ മദ്യനയ അഴിമതി കേസിൽ വിചാരണ നേരിടുന്ന കെജ്രിവാളിൻ്റെയും സിസോദിയയ്ക്കും അപ്പുറം മറ്റ് മന്ത്രിമാർക്കെതിരെയുള്ള ഇടപാടുകളുടെ തെളിവുകൾ നഷ്ടപ്പെടാതിരിക്കാനും അത് ചികഞ്ഞ് പുറത്തു കൊണ്ടുവരാനുമാണ് ഈ നീക്കം. ഡൽഹി സെക്രട്ടേറിയറ്റിൽ നിന്നും ഫയലുകൾ, രേഖകൾ, ഇലക്ട്രോണിക് രേഖകൾ എന്നിവ കൊണ്ടുപോകുന്നതിന് കർശനമായ നിരോധനം ഏർപ്പെടുത്തി കഴിഞ്ഞു. ലഫ്റ്റനന്റ് ഗവർണറുടെ നിർദ്ദേശപ്രകാരം സെക്രട്ടേറിയറ്റിന്റെ എല്ലാ നിലകളിലും സ്വകാര്യ സുരക്ഷാ ഗാർഡുകളെ നിയോഗിക്കുകയും CCTV നിരീക്ഷണം കർശനമാക്കുകയും ചെയ്തു. പുറത്തുള്ള സുരക്ഷയ്ക്കും കൂടുതൽ പോലീസുകാരെ നിയോഗിച്ചിട്ടുണ്ട്. രേഖകളും ഫയലുകളും സംരക്ഷിക്കാനാണ് നടപടിയെന്ന് ജനറൽ അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റ് പറയുന്നുണ്ടെങ്കിലും മുൻ മന്ത്രിസഭയിലെ അംഗങ്ങളെയും MLA-മാരെയും കൊടുക്കാനുള്ള തെളിവുകൾ കണ്ടെത്താനാണ് നടപടിയെന്നാണ് ഇപ്പോൾ റിപ്പോർട്ട് വരുന്നത്. വിവാദ മദ്യനയം, മന്ത്രിമന്ദിരങ്ങളുടെ മോടി പിടിപ്പിക്കൽ എന്നിവയുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും ഇനിയും പുറത്തു വരാനുണ്ടെന്നാണ് BJP കേന്ദ്രങ്ങൾ പറയുന്നത്. നിലവിലെ മുഖ്യമന്ത്രിയുടെയും മറ്റ് മന്ത്രിമാരുടെയും ഓഫീസുകൾക്കും ഈ നിരോധനം ബാധകമാണ്. വ്യക്തമായ രേഖകളും ഉദ്ദേശവും വെളിപ്പെടുത്താതെ ഒരു ഈച്ചയെ പോലും സെക്രട്ടേറിയറ്റിനുള്ളിലേക്ക് കടത്തരുതെന്നും ലഫ്റ്റനന്റ് ഗവർണർ കർശനമായ നിർദ്ദേശം നൽകി കഴിഞ്ഞു. ഇതിന് പിന്നാലെ സെക്രട്ടേറിയറ്റ് പൂർണ്ണമായും സീൽ ചെയ്തു എന്ന തരത്തിൽ പുറത്തുവരുന്ന വാർത്തകൾ അത് അധികൃതർ തള്ളിക്കളഞ്ഞിട്ടുണ്ട്. രേഖകളും രഹസ്യ ഫയലുകളും നഷ്ടപ്പെടാതിരിക്കാനുള്ള ഒരു മുൻകരുതലാണിതെന്നാണ് ഇപ്പോഴത്തെ വിശദീകരണം. എന്നാൽ പുതിയ നിയന്ത്രണത്തെപ്പറ്റി ആം ആദ്മി പാർട്ടി ഒന്നും മിണ്ടുന്നില്ല. കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നപ്പോൾ ഭരണത്തിലിരുന്ന ആം ആദ്മി പാർട്ടി ദയനീയമായാണ് പരാജയപ്പെട്ടത്. മുൻ മുഖ്യമന്ത്രിയും ആം ആദ്മിയുടെ വൻമരവുമായിരുന്ന അരവിന്ദ് കെജ്രിവാൾ അടക്കമുള്ളവർ തോറ്റുപോയി. തൊട്ടു പിന്നാലെ മുഖ്യമന്ത്രി അതിഷി ലഫ്റ്റനന്റ് ഗവർണറെ കണ്ട് തന്റെ രാജിക്കത്ത് നൽകുകയും പടിയിറങ്ങുകയും ചെയ്തതോടെ അടുത്ത BJP മുഖ്യമന്ത്രി വരുന്നതോടെ വെറുമൊരു കാവൽ മുഖ്യമന്ത്രി മാത്രമായി അതിഷി. 70 നിയമസഭാ സീറ്റുകളിൽ 48 BJP കത്തിക്കയറുകയായിരുന്നു. 2020 കിട്ടിയത് വെറും 8 സീറ്റ്. ഓർക്കണം, അന്ന് 62 സീറ്റ് നേടിയ ആപ്പിനെ BJP ഇത്തവണ 22 സീറ്റിലേക്ക് ഒതുക്കി. ഡൽഹിയിൽ നിന്നും തങ്ങളെ 10 വർഷം അകറ്റി നിർത്തിയ AAPക്കെതിരെ പ്രതികാരം ചെയ്യാതെ വിശ്രമിക്കില്ല എന്നാണ് BJPയുടെ ശപഥം. അത് നടപ്പാക്കാൻ പരമാവധി ശ്രമങ്ങൾ ഇനി അങ്ങോട്ട് BJPയുടെ ഭാഗത്തുനിന്നുണ്ടാകും. അതിൻ്റെ ഭാഗമാണ് ഈ സുരക്ഷാ സംവിധാനങ്ങളും സെക്രട്ടേറിയറ്റ് സീൽ വെച്ചതും ഒക്കെ. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.